കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. ഇവിടെയാണ് യഥാർത്ഥ അന്തർധാര എന്ന തലക്കെട്ടോടെ ജി ശക്തിധരൻ പങ്കുവച്ച കുറിപ്പാണത്. ആ കുറിപ്പ് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. ആ കുറിപ്പ് ഒന്ന് കേൾക്കാം. 18 വർഷം കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ MP ആയിരുന്ന ധനാഠ്യരിൽ ധനാഠ്യരായ മഹാൻ അവിടെ ഇനി മത്സരിച്ചാൽ 8 നിലയ്ക്ക് പൊട്ടുമെന്നുറപ്പായപ്പോൾ പെട്ടിയും കിടക്കയും പൊക്കി തിരുവനന്തപുരത്ത് നങ്കുരമിട്ട് ചുളുവിൽ ജയിച്ചു കളയാമെന്ന് കരുതിയാൽ അത് ഏറ്റെടുക്കാൻ തലസ്ഥാനത്തെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? ആലോചിച്ചു നോക്കൂ. ഈ മഹാൻ 18 വർഷം കർണാടകത്തിൽ MP ആയിരുന്നു എന്ന സത്യം കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഈ നിമിഷം വരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവന്റെയൊക്കെ അണ്ണാക്ക് വരെ നോട്ടുകെട്ടുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായ അരിവാളും നെൽക്കതിരും പേറുന്ന പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയോ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പോലും ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചോ? ഞങ്ങളെ എതിർക്കുന്നത് 18 വർഷം കർണാടകത്തിൽ MP ആയിരുന്നിട്ട് ഓടിപ്പോന്നവനാണെന്ന് പറഞ്ഞോ? ഈ MBയെയാണ് കേമനെന്ന് EP ജയരാജൻ പുകഴ്ത്തി പറയുന്നത്. ചതിയല്ലേ ഇത്? ഇടതും വലതും ചേർന്നുള്ള ചതി. കോൺഗ്രസ് നേതാവ് ശിവകുമാർ കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തി പ്രസംഗിക്കും വരെ ആർക്കും ഇതറിയില്ലായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ അഭയാർത്ഥിയായി എത്തിയ ഈ മഹാൻ ഏപ്രിൽ 26 കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടാണോ നടക്കുക? തെരഞ്ഞെടുപ്പിലെ തോൽവി അത്ര വലിയ അപരാധമൊന്നുമല്ല. തോൽവിയും ജയവും ജനവിധിയുടെ അവിഭാജ്യ ഘടകമാണ്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന കടങ്കഥകൾ കണ്ണഞ്ചിക്കുന്നതാണ്. ഇദ്ദേഹം അത്ര വലിയ മഹാനാണെങ്കിൽ എന്തേ കർണാടകയിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല? എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ? ഇത് മലയാളികൾക്കിടയിൽ അനായാസം വിറ്റഴിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? സഹസ്ര കോടീശ്വരനായ അന്തർദേശീയ ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ. അതൊരു തെറ്റോ സ്ഥാനാർത്ഥിയാകാനുള്ള അയോഗ്യതയോ അല്ല. കർണാടകത്തിൽ സീറ്റ് കിട്ടുന്നില്ലെങ്കിലേ കേരളത്തിൽ കണ്ണുള്ളൂ എന്ന് കേരളത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞതാണ്. രാഷ്ട്രീയ ബലാബലത്തിൽ കർണാടകം പുറന്തള്ളിയപ്പോൾ തലസ്ഥാനത്തെ സേവക പരിഷകൾ ഈ മനുഷ്യന്റെ ചുറ്റും ഇരച്ചു കയറി. എത്ര ദിവസത്തെ ബന്ധമാണ് തലസ്ഥാനവും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ളത്? ആത്മാഭിമാനം വിറ്റ് തുട്ടുണ്ടാക്കാൻ കേമന്മാരാണല്ലോ തലസ്ഥാനത്തെ പൗരമുഖ്യർ. എത്ര ദിവസത്തെ ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖറും തലസ്ഥാന ജനതയും തമ്മിലുള്ളത്? കർണാടകത്തിൽ 2-3 തവണ അദ്ദേഹത്തെ MP ആക്കിയവർ മലയാളികളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇത്ര പേങ്ങന്മാരോ മലയാളികൾ എന്നല്ലേ ചിന്തിക്കൂ? 18 വർഷത്തെ ബന്ധം കൊണ്ട് കർണാടകത്തിൽ ഈ MP ഒരു കക്കൂസെങ്കിലും പണിതോ? ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചില രാഷ്ട്രീയ പാർട്ടികൾ കാളക്കൂറ്റന്മാരായ വ്യവസായ സമ്രാട്ടുമാർക്ക് സഹസ്ര കോടികൾ വാങ്ങി പെയ്ഡ് സീറ്റ് കച്ചവടം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് കേരളവും എത്തി. നാണമാകുന്നില്ലേ BJP നേതാക്കളെ? നിങ്ങളുടെ ആരായിരുന്നു ഇന്നലെ വരെ ഈ രാജീവ് ചന്ദ്രശേഖർ? സഹപ്രവർത്തകനോ സ്വന്തക്കാരനോ? BJPക്ക് തലസ്ഥാനത്ത് മത്സരിക്കാൻ പോന്ന നേതാക്കൾ ആരും ഇല്ലാഞ്ഞിട്ടാണോ ഈ വഞ്ചന? തലസ്ഥാനത്ത് പരിണതപ്രജ്ഞരായ എത്രയോ നേതാക്കളുണ്ട്. അവരെ ഇളിഭ്യരാക്കി വേണോ ഒരാളെ ദത്തെടുത്ത് വർണ്ണക്കുടകൾ ചൂടിക്കുന്നത്? പരിശുദ്ധമായ താമര പോലും പൊറുക്കില്ല. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ തലസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്നാണ് പ്രചാരണം. ഇവരാരെങ്കിലും ഒരു മാസം മുമ്പ് ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? വ്യാജ സാഹിത്യവും ഇക്കിളിപ്പെടുത്തുന്ന ഗാനങ്ങളും ആംബുലൻസിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആരവങ്ങളും നിരത്തുകളിൽ തിമിർക്കുമ്പോൾ സത്യം എത്ര നാൾ മറച്ചു വെക്കാൻ കഴിയുമെന്ന് കരുതി? ഇങ്ങനെ ഒരു സഹസ്ര കോടീശ്വരനെ അല്ല തലസ്ഥാനത്തെ BJPക്ക് വേണ്ടിയിരുന്നത്. ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്ന കർണാടകത്തിൽ എന്ത് വികസനമാണ് നടത്തിയതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? കർണാടകത്തിൽ കാള പെറ്റു എന്ന് കേട്ടപാടെ എങ്ങനെയാണ് തലസ്ഥാനത്തെ ദല്ലാളുമാർ കയറുമായി ചാടിയത്? CPMലെ ചില ബിസിനസ് സാമ്രാട്ടുകളും ഇദ്ദേഹവും തമ്മിലുള്ള സൗഭ്രാതം എന്തെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? മാസപ്പടി കിട്ടിയാൽ എന്ത് ശൗര്യവും ചെയ്തു കൊടുക്കുന്നവരാണോ തലസ്ഥാനത്തെ ഏഭ്യന്മാർ? തലസ്ഥാനത്തുകാർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ ഇറക്കുമതിയെ തൃശങ്കുവിൽ നിർത്തി കാണിച്ചു കൊടുക്കണം. ജനം വിചാരിച്ചാൽ ഈ രാഷ്ട്രീയ മുക്കുപണ്ടത്തിന്റെ മാടമെടുക്കും. ഇതൊക്കെ കേട്ട് ഭ്രമിച്ചു പോകുമോ മലയാളി? ഇവിടെയാണ് യഥാർത്ഥ അന്തർധാര. കേട്ടല്ലോ, ഈ സത്യം എത്ര പേർക്കറിയാം? ഇതുപോലെയുള്ള മുഖംമൂടി അണിഞ്ഞവരാണ് ഇന്ന് നമ്മുടെ വോട്ടും വാങ്ങി നമ്മളെ ഭരിക്കാൻ വരുന്നത്. ഇയാൾ അഭയാർത്ഥിയായി വന്നപ്പോൾ മുതൽ കേൾക്കുന്നൊരു കാര്യമാണ് വികസന നായകൻ, IT വിദഗ്ധൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ. ഇയാൾ മത്സരിക്കാൻ വന്നപ്പോഴാണ് തിരുവനന്തപുരത്തെ സാധാരണക്കാർ പോലും ഇയാളുടെ പേര് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാളെ ഇവിടെ BJP കെട്ടിയിറക്കിയത് തിരുവനന്തപുരത്തുകാരുടെ തലയിൽ വച്ചു കെട്ടാനല്ലേ? ഇയാൾക്ക് ഇങ്ങനെ ഒരു മോഹമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തിരുവനന്തപുരത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാമായിരുന്നു. തിരുവനന്തപുരത്തുകാരെന്താ നൂലിൽ കെട്ടിയിറങ്ങുന്നവരെ സ്വീകരിച്ച് ചുമ്മിക്കൊണ്ട് നടക്കുമോ?
ഇയാൾ പോളിംഗ് ഫലം അറിഞ്ഞു കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുമോ? ഇല്ല. ഇന്ന് തന്നെ കെട്ടിപ്പറക്കി ബാംഗ്ലൂരിലേക്ക് സ്ഥലം വിടും. ജയിക്കില്ലെന്ന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോയാൽ BJP-ക്കാരെന്ത് കരുതുമെന്ന് വിചാരിച്ചാൽ നേരത്തെ പോകാഞ്ഞത്. ഇനി നോക്കിക്കോ, മഷിയിട്ട് നോക്കിയാൽ പോലും ഇയാളെ തിരുവനന്തപുരത്ത് കാണില്ല. കുറച്ച് ആളുകളുടെ വോട്ട് പാഴായെന്ന് ഞാൻ പറയില്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. പാർട്ടി പറയുന്ന ഏത് കുറ്റിച്ചൂലിനും പ്രവർത്തകർ വോട്ട് ചെയ്യും, ചെയ്യണം, ചെയ്തേ പറ്റൂ. അതാണ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും.